പടച്ചോൻ കാക്കട്ടെ, നമ്മൾ പറയല്ലോ സംസാരിക്കുന്നത് പടച്ചോൻ നിങ്ങളെ കാക്കട്ടെ എന്ന് പറയും. ഇത് അറബികളുടെ സംസാരത്തിൽ എപ്പോഴും വരുന്ന വാക്കാണ്. ദൈവം താങ്കളെ സുരക്ഷിതമാക്കട്ടെ, ദൈവം താങ്കളെ കാക്കട്ടെ. ഇങ്ങനെയുള്ള പല പ്രാർത്ഥനകളിലും ഏത് സ്ഥലത്തും നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു കോമൺ പ്രാർത്ഥന വേർഡാണത്. അതെന്താണ്, അതിനെന്തെല്ലാം വേർഡ് ഉപയോഗിക്കാം? അതിന് 3 വേർഡ് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് അല്ലാഹ് ഇസല്ലിമക യാ ഷേഖ്, അല്ലാഹ് ഇസല്ലിമക്ക്. നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾ ചെയ്തൊന്നും വേണ്ട, നിങ്ങളുടെ ശമ്പള സമയത്തൊന്നും അല്ലെ എക്സ്ട്രാ ക്യാഷ് ഒന്നും എന്ത് കിട്ടുമ്പോഴും അല്ലാഹ് ഇസല്ലിമക്ക് യാ ഷേഖ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്നാണ് സലാമാത്ത് എന്നതിന് മറുപടി പറയുമ്പോഴും നിങ്ങൾ ഇതാണ് ഉപയോഗിക്കാൻ നല്ലത്, അല്ലാഹ് ഇസല്ലിമക്ക്, അല്ലാഹ് ഇസല്ലിമക്ക്. ഓക്കെ, അപ്പം അത് നിങ്ങളെ ദൈവം കാക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ എന്ന അർത്ഥത്തിനാണ് സലാമാത്ത് എന്നതിന് മറുപടിയിൽ അല്ലാഹ് ഇസല്ലിമക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? രണ്ടാമത്തെ ഒന്നാണ് അല്ലാഹ് യഹ്ഫദുക. അവിടെ അല്ലാഹു യഹ്ഫദുക എന്നാണ് ഗ്രാമറ്റിക് വശമുള്ളത്. അല്ലാഹു എന്ന് പറയുന്നത് മുബ്തദയാണ്, യഹ്ഫദുക അതിൻ്റെ ഖബറാണ്. അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. അറബികൾ സംസാരിക്കുമ്പോൾ അത് കീപ്പ് ചെയ്യാറില്ല, അത് നമ്മൾ മനസ്സിലാക്കി പോയാൽ മതി. അല്ലാഹ് യഹ്ഫദുക, യഹ്ഫദുക എന്ന് പറയാനും പറ്റൂല, യഹ്ഫദുക. അവർ മോഡുലേഷൻ വേണ്ടേ? അപ്പോഴല്ല അറബികൾ പറയുന്ന പോലെ ആവുള്ളൂ. അല്ലാഹ് യഹ്ഫദുക, അല്ലാഹ് യഹ്ഫദുക യാ ഷേഖ്, അല്ലാഹ് യഹ്ഫദുക. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഞാൻ ഫോൺ ചെയ്യേണ്ട, അറബിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഹലോ അസ്സലാമു അലൈക്കും ഉസ്താദ് അബ്ദുറഹ്മാൻ അല്ലാഹ് യഹ്ഫദുക, അല്ല ഉസ്താദ് അബ്ദുറഹ്മാൻ അല്ലാഹ് യഹ്ഫദുക. എനിക്ക് ജോൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ കിട്ടാൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും ലോ സമഹ്ത ഹസ്സൽ ജോൺ അല്ലാഹ് യഹ്ഫദുക, എനിക്ക് ജോണിനെ കിട്ടുമോ അല്ലാഹ് യഹ്ഫദുക. ഓക്കെ, അപ്പോൾ അല്ലാഹി യഹ്ഫദുക. ഓക്കെ, എന്തൊരു സംഗതിയെയും പറയുമ്പോൾ അല്ലാഹ് യഹ്ഫദുക. യാ ഷേഖ് ഇജ്ലിസിന അല്ലാഹ് യഹ്ഫദുക, ഒന്ന് ഇവിടെ ഇരുന്നോളൂ അല്ലാഹ് യഹ്ഫദുക. ജീബിലി വാഹിദുമായ അല്ലാഹ് യഹ്ഫദുക. അവിടെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒന്നാണ് അല്ലാഹ് യഹ്ഫദുക. അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന കൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അവർ അംഗീകരിക്കും. കാരണം അല്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? നമ്മളിൽ നിന്ന് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടാനുള്ളത്? 2. മൂന്നാമത്തെ ഒന്ന് അല്ലാഹ് യഹ്മീക്, അല്ലാഹി യഹ്മീക്. ഹിമായത്ത് എന്നാലും സുരക്ഷ എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹി യഹ്മീക്, അല്ലാഹി യഹ്മീക് യാ റബ്ബ്, അല്ലാഹി യഹ്മീക്, ദൈവം താങ്കളെ സുരക്ഷിതമാക്കട്ടെ എന്ന്. ഇത് നമ്മൾ പലപ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ, നമ്മൾ പല ആളുകളും യാത്ര പോകുമ്പോൾ അല്ലാഹ് മഅക് എന്ന് പറയാം, അല്ലാഹ് യഹ്മീക് എന്നൊക്കെ പറയാം. ഇവിടെ നിങ്ങൾ ഈ അറബികളുടെ വാഹനത്തിൻ്റെ ബസ്സിൻ്റെ ഒക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലാഹി യഹ്മീക്. അതവർ യാത്ര പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു വേർഡ് കൂടിയാണ് അല്ലാഹി യഹ്മീക്, അല്ലാഹി യഹ്മീക് മിൻകുല്ലി ഫിത്ന മിൻകുല്ലി ബലാ, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തട്ടെ എന്ന ഒരു അർത്ഥത്തിനാണ് അല്ലാഹി യഹ്മീക് എന്ന് പറയാം. ഓക്കെ, അപ്പം ഹിമായത്ത്, അൻത ഫി ഹിമായത്തില്ലാഹ്, അൻത ഫി ഹിമായത്തില്ല, ദൈവിക സുരക്ഷയിലാണ് താങ്കൾ. എന്താ അല്ലാഹ് മഅക് എന്ന് പറയുന്നത്, അല്ലാഹ് മഅക്, ദൈവം താങ്കളോടൊപ്പമുണ്ട്. വഫി ഹിമായത്തില്ല, ദൈവിക സുരക്ഷയിൽ നമുക്ക് പിരിയാം എന്നൊക്കെയുള്ള നല്ല നല്ല വേർഡുകളാണ്. അപ്പോൾ ഇത്തരം വാക്കുകളെ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് അറബിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. മഅസ്സലാമ.